ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തരുമ്പോൾ മാത്രം കൂടെയിരിക്കുന്ന, സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ദൈവ തേജസ്സിനെ കുറിച്ചാണ് പലപ്പോഴും നാം മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകുവാൻ മാത്രം കൂടെ ഇരിക്കുകയും ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ ഒന്നും കൂടെ ഇരിക്കാതിരിക്കുകയും ചെയ്യുന്ന കർത്താവിനെ അല്ല വേദപുസ്തകം സാക്ഷിക്കുന്നത്. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് പറയുന്നത് യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ അടിമയായി വിറ്റു. എങ്കിലും യോസേഫ് മന്ത്രിയായി എന്നതിലാണ് പലപ്പോഴും ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നു എന്ന് കരുതുന്ന അനേകരുണ്ട്. യോസേഫിന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും, എല്ലാ മേഖലകളിലും കൂടെ ഇരുന്ന് ശക്തീകരിക്കുന്ന ദൈവ തേജസ്സിനെയാണ് നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത്. അടിമയായി വിറ്റ്, അടിമ എന്ന് പറയുമ്പോൾ അടിമയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നത് അടിമ മണലാരണ്യത്തിലൂടെ നടന്നാണ് യജമാനന്റെ പിറകെ പോകുന്നത്. ആ മണലാരണ്യത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി ദാഹിച്ചും വിശന്നും വേദനയോടെ യോസേഫ് യാത്രയാവുകയാണ്. വീണ്ടും നിർദോഷിയായിരുന്നതിനാൽ യോസേഫ് പത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് യോസേഫ് കോപത്തിന് ഇരയായി. പാനപാത്രവാഹകൻ തടവിൽ വിടുതൽ ലഭിച്ചപ്പോൾ യോസേഫിനെ മറന്നു. എങ്കിലും ദൈവം യോസേഫിനെ മന്ത്രിയായി ഉയർത്തപ്പെടുകയാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധം മനുഷ്യ ഹൃദയങ്ങളിൽ രൂപപ്പെടുന്നത് ഇതര ആശ്രയസ്ഥാനങ്ങൾ അടഞ്ഞു പോകുമ്പോഴാണ്. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് ജീവിതത്തിലെ മറ്റുള്ള ആശ്രയ സ്ഥാനങ്ങളെല്ലാം നമ്മെ വിട്ട് പോകുമ്പോഴാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേഫിന്റെ ജീവിതം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഏതൊക്കെ മേഖലകളിലാണ് യോസേഫിനോട് ചേർന്നിരുന്നത് എന്ന് ദൈവാത്മാവിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കാം. കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഒന്നാമതായി യോസേഫിനോട് ദൈവം കൂടെയിരുന്നത് അവന്റെ നിഗളത്തിന്റെ മേൽ യോസേഫിനോട് ദൈവം കൂടെയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. നിഗളത്തിന്റെ മേൽ വിജയം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം യോസേഫിനോട് കൂടെ ഇരിക്കുകയാണ്. ബാല്യം മുതൽ യോസേഫിന്റെ ജീവിതത്തിൽ നിഗളിക്കാവുന്ന അനേക സാഹചര്യങ്ങളിലൂടെയാണ് യോസേഫിന്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെട്ടത് എന്ന് കാണുവാൻ സാധിക്കും. യോസേഫിന്റെ പിതാവായ യാക്കോബ് വളരെയേറെ വാത്സല്യത്തോടെ തന്റെ മകനെ കരുതിയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോസേഫിന്റെ സഹോദരങ്ങളെല്ലാം ആടുകളെ മേയ്ക്കുവാനായിട്ട് മേച്ചിൽപ്പുറങ്ങളിലൂടെ പോകുമ്പോൾ അപ്പന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് അപ്പനോട് ചേർന്നാണ് യോസേഫ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പന്റെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് യോസേഫിന് യാക്കോബ് നിലയങ്കി സ്വന്തമായിട്ട് കൊടുത്തു. ഒരു വലിയ നിലയങ്കിയും ധരിച്ചാണ് യോസേഫ് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ യോസേഫിന്റെ ദൈവം കൊടുത്ത ദർശനങ്ങളെല്ലാം അവരിൽ നിഗളങ്ങൾ ഒരുപക്ഷെ വർദ്ധിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേഫിന്റെ സ്വപ്നങ്ങളെല്ലാം അത് വ്യക്തമാക്കുകയാണ്. ഒരിക്കൽ യോസേഫ് കണ്ടതായ സ്വപ്നം, അവനും അവന്റെ സഹോദരങ്ങളും വയലിൽ കറ്റ കൊയ്യുമ്പോൾ അവന്റെ കറ്റകളെ, സഹോദരങ്ങളുടെ കറ്റകൾ വണങ്ങുന്ന സ്വപ്നം യോസേഫ് കാണുകയാണ്. രണ്ടാമത് യോസേഫ് കണ്ടതായ മറ്റൊരു സ്വപ്നം, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വന്ദിക്കുന്നതായിട്ടാണ്. ഈ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബ് തന്റെ മകനായ യോസേഫിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അപ്പനും അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്റെ കീഴെ നിന്നെ വണങ്ങി ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്വപ്നങ്ങളിലൂടെയും നിലയങ്കി കൊടുക്കുന്നതിലൂടെയും അപ്പനോടുള്ള സ്നേഹവാത്സല്യങ്ങളിലൂടെ യഥാർത്ഥമായി വളരെയേറെ സന്തോഷത്തോടെ
ജീവിതം ക്രമീകരിക്കാവുന്ന അനുഭവങ്ങളിലൂടെ യൗസേപ്പ് കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതൊക്കെയും അവനിൽ നിഗള സ്വഭാവം ഉണ്ടാക്കാമായിരുന്ന കാരണങ്ങളായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം യൗസേപ്പിനോട് ചേർന്നിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ നിഗളത്തിന്റെ മേൽ വിജയം നേടുവാൻ, നിഗളത്തിന്റെ മേൽ വിജയം നേടി ദൈവിക ബന്ധത്തിലായിരിക്കാൻ യൗസേപ്പിന് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൊത്തിഫേറിന്റെ ഭവനത്തിലെ കപട ആരോപണവും തുടർന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതും വിശദീകരണം പ്രാപിപ്പാൻ യൗസേപ്പിന്റെ ജീവിതത്തിലിടയായി. അതേപോലെ തന്നെ തനിക്ക് ഏറ്റവും പ്രധാനമായിരുന്ന അങ്കി തന്റെ സഹോദരങ്ങൾ തട്ടിയെടുത്തതും അവനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നതും തുടർന്ന് 30 വെള്ളിക്കാശിന് അടിമയായി വിൽക്കപ്പെടേണ്ടി വരുന്നതും പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒക്കെയും യൗസേപ്പിന്റെ ജീവിതത്തിൽ നിഗളത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം യൗസേപ്പിനോട് ചേർന്നിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്ന 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നിഗളികളോട് എതിർക്കുന്ന ദൈവമാണുള്ളത്. നിഗളികളെ ദൂരെ നിന്ന് അറിയുകയും നിഗളികളെ എതിർക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, 10 വൃന്ദം മാലാഖമാരുടെ തലവനായിരുന്നല്ലോ ലൂസിഫർ. ഈ ലൂസിഫർ നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ചിറകിൽ നിന്ന് ഒരു മണിനാദം കേൾക്കുമായിരുന്നു. ഈ മണിനാദം കേൾക്കുമ്പോൾ മറ്റു മാലാഖമാരൊക്കെ ലൂസിഫറിനോട് ചേർന്ന് നടന്നു. ഈ മാലാഖമാരൊക്കെ ലൂസിഫറിനോട് ചേർന്ന് നടന്നത് ഈ മണിനാദം കേൾക്കുവാനായിരുന്നു. എന്നാൽ ലൂസിഫർ ചിന്തിച്ചത് ഈ മാലാഖമാരൊക്കെ തന്നെ ആദരിക്കുകയാണ്, ഈ മാലാഖമാരൊക്കെ തന്നെ ബഹുമാനിക്കുകയാണ്, നാളെ ഈ മാലാഖമാരൊക്കെ തന്നെ ആരാധിക്കുമെന്ന് ചിന്തിച്ചതായ ലൂസിഫർ എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വെട്ടേറ്റ് വീണു എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൈന്യങ്ങളുടെ തലവനായ മീഖായേൽ അവനെ വെട്ടി വീഴ്ത്തുകയായിരുന്നു ലൂസിഫറിനെ. എന്താ കാരണം? അവൻ ചെയ്ത കുറ്റം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ 101-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നത് ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ല എന്ന്. കർത്താവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഉന്നത ഭാവവും നിഗളവും ഉള്ളവനെ സഹായിക്കാത്ത ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് അബ്രാഹാമിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ദൈവം അബ്രാഹാമിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അബ്രാഹാം ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ ശക്തമായ ഒരു ചോദ്യം. അബ്രാഹാം എങ്ങനെ ദൈവത്തോട് ചോദിച്ചു? പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ എന്ന്. അവൻ ഒന്നുമല്ലെന്ന് ദൈവസന്നിധിയിലേക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവായി ദൈവം അബ്രാഹാമിനെ ഉയർത്തുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കർത്താവിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുന്ന ഈ ദിനത്തിൽ ഈ നിഗളത്തിന്റെ മേൽ ദൈവാത്മാവ് നമ്മോട് കൂടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. നിഗളത്തിന്റെ മേൽ ജീവിതത്തിൽ നിഗളിക്കാവുന്ന, അഹങ്കരിക്കാവുന്ന ഒത്തിരി ദൈവകൃപകൾ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലും സ്വർഗസ്ഥനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു 200 പേജിന്റെ ബുക്കിൽ എഴുതിയാൽ തീരുമോ? തീരത്തില്ല. അത്രത്തോളം സ്വർഗസ്ഥനായ ദൈവം അവന്റെ ശ്രീവണ്ണാരം തുറന്ന് അമർത്തി കുലുക്കി നമ്മുടെ മേൽ അനുഗ്രഹങ്ങളെ നൽകിയിട്ടുണ്ട്. അതിന്റെ മധ്യത്തിൽ നിഗളിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് പരിശോധിക്കുന്നല്ലതാ. ബേൽശസ്സറിനെ നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവിന്റെ മകനായ ബേൽശസ്സർ. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയം കൊള്ളയടിക്കുകയും അവിടത്തെയുള്ള പൂജാപാത്രങ്ങളൊക്കെയും തന്റെ അരമനയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നെബൂഖദ്നേസർ രാജാവിന് പകരമായി ബേൽശസ്സർ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഒരിക്കൽ മദ്യപിച്ച് ലക്ക് കെട്ട് അവൻ രാജഭടന്മാരോട് ആജ്ഞാപിച്ചു, അവിടെയുള്ള യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്നതായ
പൂജാപാത്രങ്ങളൊക്കെ തന്റെ മുമ്പിൽ നിരത്താനായിട്ട് ആലയത്തിലെ പാത്രങ്ങളിൽ വീഞ്ഞൊഴിച്ച് കുടിച്ച് രസിക്കുമ്പോൾ ദൈവത്തിന്റെ കൈപ്പത്തി വന്ന് ബെൽശസ്സറിന്റെ കൊട്ടാരത്തിൽ എഴുതി മെനെ മെനെ തെക്കേലു ഫർസീൻ എന്ന്, ഞാൻ നിന്നെ എണ്ണി, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് ബെൽശസ്സറിന്റെ കൊട്ടാരത്തിൽ എഴുതി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കർത്താവിങ്കിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം യൗസേപ്പിനോട് കൂടെ ഇരുന്നു നിഗളത്തിന്റെ മേൽ വിജയം വരിക്കുവാൻ തക്കവണ്ണം. നിഗളിക്കാവുന്ന സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ദൈവത്തിന് അവനെ കുറിച്ച് വ്യക്തമായ പദ്ധതിയും പ്ലാനും ഉണ്ടായിരുന്നതുകൊണ്ട്, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതി എത്രയേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് യൗസേപ്പിനോട് ചേർന്നിരിക്കുകയാണ്. അതാണല്ലോ ബാബേലിൽ നാം കാണുന്നത്. നിഗളികളായി നിന്ന് ദൈവത്തെക്കാൾ ഉപരി അഹങ്കാരത്തിന്റെ കോട്ട അവർ ബാബേലിൽ പൊക്കിയപ്പോൾ ദൈവം ആ കോട്ടയെ തകർത്ത് കളഞ്ഞു. ദൈവം എങ്ങനെയാ കോട്ടയെ തകർത്തത്? ദൈവം ആ കോട്ടയിൽ പണിതുകൊണ്ടിരുന്നവരുടെ ഭാഷ കലക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ, മെയ്സൺ പറഞ്ഞത് മെക്കാടിന് മനസ്സിലായില്ല, മെക്കാട് പറഞ്ഞത് ആശാരിക്ക് മനസ്സിലായില്ല, ആശാരി പറഞ്ഞത് മണ്ണുപണിക്കാരന് മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ വന്നപ്പോൾ ദൈവത്തെക്കാൾ ഉപരി അഹങ്കാരത്തിന്റെ കോട്ടയെ ബാബേലിൽ പൊക്കിയപ്പോ ദൈവം ആ കോട്ട തകർത്ത് കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഈ അഹങ്കാരത്തിന്റെ കോട്ട പൊക്കിയപ്പോഴല്ലേ നമ്മുടെ കുടുംബങ്ങളുടെ ഭാഷയെ, കുടുംബത്തിന്റെ ഭാഷയെ ദൈവം തകർത്ത് കളഞ്ഞത് എന്ന് ചിന്തിക്കുന്നല്ലതാ. അനേകം അനേകം സ്ത്രീകളുടെ ഒരു വലിയ ഭാരം എന്റെ ഭർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ്, എന്റെ ഭാര്യ എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അനേക ഭർത്താക്കന്മാർ, മദ്യപിച്ച് ലക്ക് കെട്ട് ദൈവകൃപയിൽ അന്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന അമ്മയുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യയുടെ ഭാഷ ഭർത്താവിനോ, ഭർത്താവിന്റെ ഭാഷ ഭാര്യയ്ക്കോ, അപ്പന്റെ അമ്മയുടെ ഭാഷ മക്കൾക്കോ, മക്കളുടെ ഭാഷ അപ്പനോ അമ്മയ്ക്കോ മനസ്സിലാകുന്നില്ല. ദൈവസന്നിധിയിൽ ദൈവിക ബന്ധത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ എന്തേ നമ്മുടെ കുടുംബങ്ങളിൽ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത്? അഹങ്കാരത്തിന്റെ ചിന്ത നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർത്ത് കളഞ്ഞു. നാം മറന്നു പോകരുത്. അന്ന് ദൈവത്തെക്കാൾ ഉപരി ബാബേലിൽ കോട്ട പൊക്കിയതുപോലെ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ കോട്ട പൊക്കിയപ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിന്റെ ഭാഷ തകർത്ത് കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം യൗസേപ്പിനോട് ചേർന്നിരുന്നു. നിഗളത്തിന്റെ മേൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. നിഗളിക്കാവുന്ന അനുഭവങ്ങൾ ജീവിതത്തിലേറെ ഉണ്ടായപ്പോഴും അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ, ഭാരങ്ങളിലൂടെ കടത്തിവിട്ട് അവനെ അവന്റെ ഏറ്റവും നിഗളത്തിന് അഹങ്കാരമായിരുന്ന നിലയെങ്കി സഹോദരങ്ങൾ പിടിച്ചു വാങ്ങി അവനെ പൊട്ടക്കിണറ്റിലിട്ടു. മിസ്രൈമിലെ അടിമയായിട്ട് വിറ്റു. മിസ്രൈം പൊത്തിഫേറിന്റെ ഭവനത്തിലെത്തിയപ്പോഴും അവന്റെ ഭാര്യ മുഖാന്തരമായി അനേക വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ദൈവം യൗസേപ്പിനെ വാർത്തെടുത്തു നിഗളത്തിന്റെ മേൽ വിജയം നേടുവാൻ തക്കവണ്ണം. ആ ദൈവസന്നിധിയിലാ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. ആ കർത്താവിന്റെ സന്നിധിയിലാ ഞാനും നിങ്ങളും ഇന്ന് ചേർന്നിരിക്കുന്നത്. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ചേർന്നിരിക്കുന്ന ദൈവജനമേ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ എന്ന് അബ്രഹാം ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമാക്കുകയാണ്. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചിന്ത, ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞു, ദൈവസന്നിധിയിലുള്ള ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ യോഗ്യതയെ സംബന്ധിച്ച് അവനൊന്നുമല്ലെന്ന് കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ് ദൈവസന്നിധിയിലുള്ള ഒരു ഭക്തനായ മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് ആ മനുഷ്യൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ ചിന്ത നമ്മുടെ ബന്ധങ്ങളിൽ കടന്നു വന്നാൽ നാം തകർന്നു പോകും. അതുകൊണ്ട് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം അന്ന് യോസേഫിനോട് ചേർന്നിരുന്നതുപോലെ നമ്മോട് ചേർന്നിരുന്ന് നമ്മിലുള്ള നിഗള സ്വഭാവങ്ങളെ എടുത്തു മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിപ്പാൻ സാധിക്കണം. ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. മോശ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഹോറേബ് പർവ്വതം കത്തിജ്വലിച്ചു നിൽക്കുന്നു. വെന്തെരിയുന്നില്ല. ഇത് എന്ത് എന്ന് കാണുവാൻ മോശ ഹോറേബിലേക്ക് കടന്നു ചെന്നു. മോശ ഹോറേബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്നയിടം വിശുദ്ധ ഭൂമി, നിന്റെ കാലിന്ന് ചെരിപ്പഴിച്ചു കളയാൻ പറഞ്ഞു. മോശ കാലിന് ചെരിപ്പഴിച്ചു കളഞ്ഞു. ദൈവം മോശയോട് സംസാരിച്ചു, എന്റെ ജനം മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരിക്കുന്നു. സ്വന്തം ജനം സ്വന്തം ദേശത്ത് വന്ന് എന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നീ പോയി എന്റെ ജനത്തെ വിളിച്ചു കൊണ്ടുവരണമെന്ന് മോശയോട് പറഞ്ഞു. മോശ മറുപടിയായ ദൈവത്തോട് പറഞ്ഞു, ഞാൻ തടിച്ച നാവുള്ള വ്യക്തിയാ, ഞാൻ വിക്കനായ വ്യക്തിയാ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നീ എന്നെ അയച്ചു എന്ന് ഈ ജനോട്ട് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവജനമേ, എന്തുകൊണ്ടാ ദൈവം മോശയോട് ചേർന്നിരിക്കാനുള്ള കാരണം? ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനും സംസാരിക്കാൻ അറിയാത്തവനുമെന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തപ്പോഴാ ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ മതിയായവനാ. ഞാൻ വാതിലാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ ഒപ്പമാകുന്നു എന്നരുളി ചെയ്ത് ദൈവജനത്തോട് ചേർന്നിരുന്ന് കൂടെ ഇരുന്ന് ശക്തീകരിച്ച് സഹായിച്ച് അനുഗ്രഹിച്ച് വഴി നടത്താൻ മതിയായ ദൈവസന്നിധിയിലാ ഞാനും നിങ്ങളും ചേർന്നിരിക്കുന്നത്. അവൻ നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല. അവൻ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ കൂടെ ഇരിക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഓരോ അവസ്ഥകളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കളോട് ചേർന്നിരുന്ന് ശക്തീകരിക്കുന്ന കർത്താവാ. ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് രുചിച്ചറിയാനായിട്ട് സാധിക്കണം. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഇരുന്നു. യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നിഗളത്തിലേക്ക് തന്നെ സമർപ്പിച്ചു കൊടുക്കാതെ ദൈവിക ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്ന് നാം കാണുകയാണ്. കർത്താവിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ആ നിഗളത്തിന്റെ അനുഭവം തന്നിൽ നിന്ന് മാറ്റിയെടുത്തപ്പെട്ടപ്പോഴാണ് ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കൃപ അവന്റെ മേൽ കൂടെ ഇരുന്ന് സഹായിച്ച് ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിഗളുകളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം, നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം ജീവിതത്തിൽ നിഗളത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ കർത്താവിലേക്ക് സമർപ്പിപ്പാൻ നമുക്കിടയാകണം. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോയപ്പോ ജീവിതത്തിൽ ചെയ്തത് തെറ്റെന്ന് മനസ്സിലാക്കി, ദൈവമേ നിർമ്മലമായൊരു ഹൃദയനെ സൃഷ്ടിച്ച് സ്ഥിരമായ നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്ന് പ്രാർത്ഥിച്ച 51-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ആദ്യം ചൊല്ലി, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയുണ്ടാകണമേ. ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് ആ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ നിഗള സ്വഭാവം, എന്റെ ജീവിതത്തിന്റെ വലിയവനാണെന്നുള്ള ഭാവം, എന്റെ ജീവിതത്തിൽ വലിയവനാണെന്നുള്ള ഭാവം എന്റെ കുടുംബ ബന്ധങ്ങളെയും തകർത്തിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ്ലീഹ അതുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തി, നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ജീവിതത്തിൽ ഒന്നിലും നമുക്ക് നിൽക്കാനില്ല. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ശക്തിയാ, ദൈവത്തിന്റെ അനുഗ്രഹമാ, ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് നിഗളത്തിന്റെ മേൽ വിജയം നേടാൻ ദൈവാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കണം. നിഗളത്തിന്റെ മേൽ വിജയം നേടുവാൻ ദൈവാത്മാവ് കൂടെ ഇരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ഉള്ളൊരു വൃക്ഷമാണ് മാവ്. മാവിന്റെ കൊമ്പിൽ മാങ്ങകൾ അധികമുണ്ടെങ്കിൽ മാവിന്റെ കൊമ്പ് ഒരിക്കലും പൊങ്ങി നിൽക്കില്ല. അത് മാങ്ങയുടെ ഭാരം കൊണ്ട് ആ കൊമ്പ് എപ്പോഴും താഴ്ന്നേ നിൽക്കുകയുള്ളൂ. അതുപോലെ ദൈവവൈതന്റെ ജീവിതത്തിൽ ഫലഭൂഷ്ടമായ അനുഭവം ഉണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ, നമ്മിൽ ഫലങ്ങൾ ഉണ്ടെങ്കിൽ
മാവിന്റെ കൊമ്പിനെ പോലെ താഴ്ന്നു നിൽക്കാനിടയാകണം എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത്. ഇന്ന് കർത്താവിലേക്ക് ഏൽപ്പിക്കുമ്പോ നമ്മിൽ എവിടെയെങ്കിലും നിഗളത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിഗളം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, അമ്മയോടുള്ള ബന്ധത്തിൽ, അപ്പനോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, അയൽവക്കക്കാരുള്ള ബന്ധത്തിൽ നിഗള സ്വഭാവത്തോടെ നിഗളത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇന്ന് ദൈവാത്മാവ് നമ്മിലേക്ക് കടന്നു വരട്ടെ. നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവ്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവ്, ജീവിതത്തിൽ സഹായിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മിലുള്ള എല്ലാ നിഗള സ്വഭാവത്തെയും എടുത്തു മാറ്റി യോസേഫിന്റെ ജീവിതത്തിൽ നിഗളത്തിൻ്റെതായ ചിന്തകൾ ഉണ്ടാകാവുന്ന അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോഴും അവന്റെ ജീവിതത്തിൽ കൂടെ ഇരുന്ന ദൈവം, ആ ദൈവം എന്നോട് നിന്നോട് കൂടെ ഇരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയവനായി തീർന്ന പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ വെറും ചവറാണ്, ഞാൻ ഒന്നുമല്ലെന്ന് എണ്ണുന്നു. എന്താ കാരണം? കാരണം അവൻ നേടിയതെല്ലാം ദൈവകൃപയിലാണെന്ന് പൗലോസ്ലീഹ രുചിച്ചറിയുകയാണ്. നേടിയതൊക്കെ നമ്മുടെ മിടുക്കുകൊണ്ടാണെന്നുള്ള ചിന്തയോടെയല്ലേ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാനിടയായത്. ഈ ചിന്ത നമ്മിലുണ്ടായത് കൊണ്ടാണല്ലോ മറ്റുള്ളവരുമായി ബന്ധത്തിലുള്ള അസ്വസ്ഥതകൾ ഇടയായത്. ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവമേ, നിന്റെ കൃപയാൽ നയിക്കപ്പെടുവാൻ നിങ്ങളുടെ സ്വഭാവത്തെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. യോസേഫിനോട് ചേർന്നിരുന്നത് പോലെ നീ എന്നോട് ചേർന്നിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. പൂർണ്ണമായി നിന്റെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചു തരുമ്പോൾ യോസേഫിനോട് നീ ചേർന്നിരുന്നത് കൊണ്ട് അവനിൽ നിഗളമുണ്ടാക്കാവാമായിരുന്ന അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ അവന്റെ ജീവിതത്തിൽ നിഗളം കടന്നു വരാതെ നിന്റെ മകനായി നിന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിൽ മന്ത്രിയായി ചേർന്നിരുന്നത് ഞങ്ങൾ ഓർക്കുകയാ. ഞങ്ങളെ പൂർണ്ണമായി നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനെ ഓർത്ത് അഹങ്കാരത്തോടെ ഗർവോടെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. എങ്കിലും നിന്റെ ശക്തിയാൽ ഞങ്ങൾ നയിക്കണമേ, നിന്റെ കൃപയാൽ ഞങ്ങൾ വഴി നടത്തണമേ. യോസേഫിനോട് ചേർന്നിരുന്ന ദൈവമേ, നിന്റെ ആത്മാവ് ഞങ്ങൾ നയിക്കുമാറാകണമേ. പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.